എന്റെ സഹോദരങ്ങള്, നമ്മുടെ മക്കള് നമ്മളില്ലെങ്കിൽ എങ്ങനാ ജീവിക്കുന്നതെന്ന് ചിന്തിക്കുമ്പോ, ഉപ്പാന്ന് വിളിക്കുമ്പോ, ഉമ്മാന്ന് വിളിക്കുമ്പോ, രാത്രി നമ്മൾ ചെല്ലുന്നത് വരെ മിഠായിക്ക് വേണ്ടി കാത്തിരിക്കുന്ന മക്കളെ കുറിച്ച് ചിന്തിച്ചു നോക്കുക. എത്രയോ പേര് വിദേശ രാജ്യത്ത് വെച്ച് മരണപ്പെടുന്നു. വാപ്പച്ച് കൊണ്ടുവരുന്ന കളിപ്പാട്ടം വാങ്ങാ കാത്തിരുന്നിട്ട് പ്രിയപ്പെട്ട ഉപ്പാന്റെ വയ്യത്ത് കൊണ്ടുവന്ന് മുമ്പ് വെക്കുന്നില്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കൾക്ക് അർഹതപ്പെടാത്ത സ്വത്ത് നമ്മൾ കഴിക്കല്ലേ. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ നിങ്ങളൊരു പക്ഷേ കേട്ട ചരിത്രമാണെങ്കിൽ സന്ദർഭോചിതമായിട്ട് ഞാൻ പറയുകയാണ്. നമ്മുടെ മനസ്സിൽ അനാഥ മക്കളെ സഹായിക്കാ ഒരു കനിവ് വന്നാൽ, ഒരലിവ് വന്നാൽ അൽഹംദുലില്ലാഹ് നമ്മൾ വിജയിച്ചില്ലേ. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പരിശുദ്ധ ഹറം ശരീഫിൽ ഹജ്ജിന് പോയി. പോയിട്ട് ഹജ്ജ് കഴിഞ്ഞു മടങ്ങി വന്നപ്പോ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുകയാണ്. അല്ലയോ അബ്ദുല്ലാഹ്, നിങ്ങൾ ചെയ്ത ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. നിങ്ങൾ ചെയ്ത ഹജ്ജ് എന്നല്ല, നിങ്ങളുടെ കൂടെ ചെയ്ത ആരുടെയും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ഒരു രാത്രിയിൽ 3 പ്രാവശ്യമാണ് ആ സ്വപ്നം കണ്ടത്. ചാടി എഴുന്നേറ്റു, വീണ്ടും കിടന്നുറങ്ങി. നിങ്ങളുടെ ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചില്ലെങ്കിലും വിഷമിക്കണ്ട അബ്ദുല്ലാഹ്. ഡമസ്കസിലുള്ള മുവഫഖ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. ഡമസ്കസിലെ ചുരുപ്പ് കുത്തിയാര മുവഫഖ് എന്ന് പറയുന്ന മനുഷ്യനുണ്ട്. ആ മനുഷ്യന് ഹജ്ജ് ചെയ്യാൻ കൊതിയുണ്ടായിരുന്നു. അയാൾ ഹജ്ജിന് വന്നില്ല. എങ്കിലും അല്ലാഹു അയാളെ ഹാജിയായി പരിഗണിച്ചു. എന്നിട്ട് അയാളുടെ ബറക്കത്ത് കൊണ്ട് ഇപ്രാവശ്യം സ്വീകരിക്കാത്ത എല്ലാ ഹജ്ജുകളും അല്ലാഹു സ്വീകരിച്ചു. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുകയാ. തന്റെ വാഹനപ്പുറത്തേക്ക് കയറുകയാ. ഒരു കമ്പിളി കൊണ്ട് ശരീരം മൂടുകയാണ്. തണുപ്പുള്ള രാത്രിയാണ്. തന്റെ ഒട്ടകത്തിന്റെ പുറത്ത് കയറിയിരുന്നു കൊണ്ട് ഡമസ്കസ് എന്ന് പറയുന്ന മൈലുകൾക്കപ്പുറമുള്ള രാജ്യം ലക്ഷ്യമാക്കിയിട്ട് പാതിരാ സമയത്ത് യാത്ര ചെയ്തു പോവുകയാണ്. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ഡമസ്കസിൽ ചെന്നു. ഐന മുവഫഖ്, ഐന മുവഫഖ്, ഐന മുവഫഖ്, എവിടെ മുവഫഖ്, എവിടെ മുവഫഖ്, എവിടെ എന്ന് ആ ഡമസ്കസിന്റെ പരിസരങ്ങളിൽ മുഴുവനും എന്ന് വിളിച്ചു ചോദിച്ചു. അവസാനം ഒരാൾ പറഞ്ഞു, അബ്ദുല്ലാഹ്, ഈ ഡമസ്കസിൽ ഒരു മുവഫഖിനെ ഞങ്ങൾക്കറിയുള്ളൂ. ആ മുവഫഖിനെ നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ കാരണം? അവര് പറയുന്നു, അബ്ദുല്ലാഹ്, ആ മുവഫഖ് ഒരു ചെരുപ്പ് കുത്തിയാണ് അബ്ദുല്ലാഹ്. ഡമസ്കസിന്റെ കമ്പോളത്തിന്റെ മൂലക്കിരുന്നു കൊണ്ട്, ചെറിയ ഒരു ഓലപ്പുരയ്ക്കകത്തിരുന്നു കൊണ്ട് സമ്പന്ന വർഗത്തിന്റെ വില കൂടിയ ചെരുപ്പ് പൊട്ടിപ്പോകുമ്പോ ആ ചെരുപ്പ് തന്റെ കൈകൊണ്ട് തച്ചു കൊടുക്കുന്ന, തുന്നിക്കൊടുക്കുന്ന ജോലിയാണ് അബ്ദുല്ലാഹ്. അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മതി, എനിക്ക് ആ മുവഫഖിനെ മതി, എനിക്ക് ആ മുവഫഖിനെ കണ്ടാ മതി. അങ്ങനെ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ആ മുവഫഖിനെ കാണാൻ വേണ്ടി ചെന്നു. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞപ്പോ സലാം മടക്കിയിട്ട് മുവഫഖ് പുറത്തേക്ക് ഇറങ്ങി വന്നു. മുഷിഞ്ഞ വസ്ത്രമാണ് മുവഫഖ് ധരിച്ചിരുന്നത്. ചെരുപ്പ് കുത്തിയാറി മുവഫഖ് ജോലി ചെയ്യുകയാണ്. അബ്ദുല്ലാഹിബ്നു മുബാറക്കിനെ കണ്ടപ്പോ മുവഫഖ് ചോദിച്ചു, എന്തേ നിങ്ങൾ എവിടുന്നാ വരുന്നതെന്താ വന്നത്? അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ചോദിച്ചു, മുവഫഖേ, നിനക്ക് ഹജ്ജിന് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നോ? മക്കയും മദീനയും കാണാൻ നിനക്ക് കൊതിയുണ്ടായിരുന്നോ? ആ സമയത്ത് മുവഫഖ് അങ്ങോട്ട് കരയാൻ തുടങ്ങി. അബ്ദുല്ലാഹ്, എന്ന മക്കയുടെയും മദീനയുടെയും കാര്യം വീണ്ടും നിങ്ങൾ ഓർമ്മിപ്പിക്കല്ലേ. എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ മുവഫഖ് പറയുന്നു, അബ്ദുല്ലാഹ്, ഒരു ദിവസം ഞാൻ ചെരുപ്പ് കുത്തുമ്പോ കിട്ടുന്ന നാണയത്തൊട്ടുണ്ടല്ലോ, ആ നാണയത്തൊട്ടെന്റെ വീടിന്റെ ചിലവിന് പോലും തികയാറില്ല. പിന്നെ എങ്ങനാണ് എന്റെ ഹബീബിന്റെ റൗള കാണാൻ ഞാൻ പോകുന്നത്? എന്റെ ഈ തഴവാ
കുറ്റിപ്പുറത്ത് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലക്ഷക്കണക്കിന് രൂപ ഹണിമൂൺ ട്രിപ്പിന് വേണ്ടി ചെലവഴിക്കുന്നവരെ, വീഗാലാൻഡും ഗോവയും ഊട്ടിയും കൊടൈക്കനാലും എല്ലാം കറങ്ങി വരുമ്പോ ലക്ഷക്കണക്കിന് രൂപ ദൂർത്തടിക്കുന്ന സഹോദരങ്ങളെ, റസൂലുള്ളാഹിയുടെ മദീന കാണണ്ടേ, മസ്ജിദുൻ നബവിയിൽ പോകണ്ടേ, പൊന്നാര നബി തങ്ങളുടെ റൗള ശരീഫിന്റെ അകത്തേക്ക് നോക്കിയിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയണ്ടേ മുസ്ലിമേ? ഇതാ ചെരുപ്പ് കുത്തിയാറ പാവപ്പെട്ടവനാട് മുവഫഖ് പറയുന്നു, അബ്ദുല്ലാഹ് എനിക്കങ്ങനെ ആഗ്രഹിക്കാനല്ലേ പറ്റുള്ളൂ, എന്റെ കയ്യിൽ പണമില്ലല്ലോ, എന്നാലും ഞാൻ തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചില്ല. ഓരോരുത്തരും വന്ന് മദീനത്ത് പോകുന്ന കാര്യം പറയുമ്പോ എനിക്ക് കരച്ചിലാണ്. അവരോടൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞു വിടലാണ് എന്റെ പതിവ്. പക്ഷേ അബ്ദുല്ലാഹ് അങ്ങനെ ഓരോ ദിവസവും എനിക്ക് കിട്ടുന്ന നാണയത്തൊട്ട് ഒരു ചെറിയ ടിന്നിനകത്ത് ഞാൻ ഇട്ട് ശേഖരിച്ചു വെച്ചു. അബ്ദുല്ലാഹ് ആ ടിന്നിന്റെ പുറത്ത് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് എഴുതി വെച്ചു. അബ്ദുല്ലാഹ് പൈസ ഇട്ട് കൂട്ടി വെച്ചുകൊണ്ട് മോളെ കെട്ടിക്കാൻ പരിശ്രമിക്കുന്നവർ ആലോചിക്കണേ, പൈസ ഇട്ട് കൂട്ടി വെച്ചുകൊണ്ട് വാഹനമെടുക്കുന്നവർ ചിന്തിക്കണേ. അതുപോലെ ഒരു ആഗ്രഹമാണ് പൈസ ഇട്ട് കൂട്ടി വെച്ചുകൊണ്ട് റസൂലുള്ളാഹിയുടെ റൗള കാണാ. മുവഫഖ് എന്ന് പറയുന്ന ഈ സാധുവാര സഹോദരൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, അബ്ദുല്ലാഹ് അങ്ങനെ ഒരു ദിവസം 3 നാണയത്തൊട്ട് കിട്ടിയാൽ 2 നാണയത്തൊട്ട് ഞാൻ കൊണ്ടുവന്ന് ഈ പെട്ടിയിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഒന്ന് മാത്രം എന്റെ പ്രിയപ്പെട്ട ഭാര്യന്റെ അടുത്ത് ഞാൻ കൊണ്ടുപോയി കൊടുക്കുകയാണ്. പല ദിവസവും ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ട്, എനിക്ക് ഭക്ഷണം വാങ്ങാനുള്ള പൈസയാണ് മക്കത്ത് പോകാൻ മദീനത്ത് പോകാൻ ഞാൻ മാറ്റിവെച്ചത്. അങ്ങനെ പൈസയല്ല തികഞ്ഞു എന്ന് ബോധ്യമായ ദിവസം ഞാൻ ആ പെട്ടി പൊട്ടിച്ചു അബ്ദുല്ലാഹ്. എന്നിട്ട് അതിന്റെ അകത്തിരിക്കുന്ന നാണയത്തൊട്ടുകൾ ഞാൻ എണ്ണി നോക്കി. അബ്ദുല്ലാഹ് എനിക്ക് സന്തോഷമായി, എന്റെ ഹബീബിനെ കാണാ, എന്റെ മക്കത്ത് പോകാ പണമായല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സന്തോഷിച്ചു. അപ്പോഴാണ് എന്നോട് എന്റെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞതിക്കാ, എനിക്ക് നിങ്ങളോടൊരു ആവശ്യം പറയാനുണ്ട്. ഞാൻ ഗർഭവതിയാണല്ലോ, ഗർഭവതിയായ ഭാര്യയുടെ ആഗ്രഹം നടത്തി കൊടുക്കൽ ഒരു ഭർത്താവിന്റെ കടമയാണ്. എന്ത് ഭക്ഷണം ചോദിച്ചാലും കൊണ്ടു കൊടുക്കണ്ടേ? തഴവയുടെ പരിസരത്തുള്ള ഭാര്യമാര് ഗർഭവതികളാകുമ്പോ നിങ്ങൾ എന്ത് ചോദിച്ചാലും കൊണ്ടുതരാ. നിന്റെ ഭർത്താക്കന്മാർക്ക് കഴിവുണ്ടെങ്കിൽ മുവഫഖിന്റെ ഭാര്യക്ക് അത് ചോദിക്കാൻ പറ്റോ? ഭർത്താവിന് കഴിവില്ലല്ലോ, പണമില്ലല്ലോ, സ്വത്തില്ലല്ലോ. മുവഫഖിനോട് വന്നു പറയാണ് കരഞ്ഞുകൊണ്ട്. മുവഫഖിന്റെ ഭാര്യ പറയുന്നു, എനിക്കൊരൽപ്പം ഇറച്ചിച്ചാറ് കഴിച്ചാ കൊള്ളാമെന്നുണ്ട്. ആലോചിക്കണേ എന്റെ തഴവ കുറ്റിപ്പുറത്തുള്ള പെങ്ങളെ, 2 മാസം നീ ഗർഭവതിയാണെന്ന് ഭർത്താവ് പറയുമ്പോ ആപ്പിള് വേണോ, ഓറഞ്ച് വേണോ, പേരയ്ക്ക വേണോ, നീ ആവശ്യപ്പെടുന്നതല്ല നിന്റെ മുന്നിലേക്ക് ഈ ഭർത്താക്കന്മാര് കൊണ്ടുതരൂലേ. മുവഫഖിന്റെ ഭാര്യ പറയുന്നു, ഇറച്ചിയുടെ ഒരൽപ്പം ചാറ് എനിക്ക് കഴിക്കാൻ കൊതി വരുന്നുണ്ട്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെണ്ണേ എന്റെ കയ്യിൽ കാശില്ലല്ലോ, ഇതിൽ നിന്ന് 1 രൂപ പോലും എടുക്കാൻ പറ്റൂല. ഇതെന്റെ റസൂലുള്ളാഹ് കാണാനാണ്, ഇതെനിക്ക് മക്കത്ത് പോകാനാണ്, അതുകൊണ്ട് ഇത് ഞാൻ എടുക്കൂലെന്ന് പറഞ്ഞപ്പോ മുവഫഖിന്റെ ഭാര്യ പറയുന്നു, നിങ്ങൾ ആ കാശ് എടുക്കണ്ട, അതെടുത്തുകൊണ്ട് വേണമെന്നൊരാഗ്രഹവും ഞാൻ പറയൂല. മറിച്ച് എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു കൊതി തോന്നിയത് തന്നെ, അപ്പുറത്തെ വീടുണ്ടല്ലോ, ആ വീടിന്റെ അകത്ത് ഇറച്ചിക്കറി തയ്യാറാക്കുന്നല്ലോ, അതിന്റെ രുചി ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ എന്റെ മൂക്കിലേക്ക് എത്തിയപ്പോ അറിയാതെ കൊതിച്ചു പോയതാ.
കൊണ്ടാണ്. അതല്ലാതെ ഞാനൊരു ആഗ്രഹം പറഞ്ഞതല്ല. അവിടെ നിന്ന് ഇറച്ചിച്ചാറിന്റെ ഇറച്ചിയുടെ ഗന്ധം ഇങ്ങനെ വന്നപ്പോൾ എന്റെ മനസ്സിലൊരു കൊതി തോന്നിയതാണ്. അതുകൊണ്ട് ഇതാ ഒരു ചെറിയ പാത്രം ഞാൻ തരാ, നിങ്ങൾ പോയിട്ട് അവിടുത്തെ ഇത്തയോട്, എന്റെ ഭാര്യ ഗർഭവതിയാണ്, ആ ഗർഭവതിക്കൊരൽപ്പം ഇറച്ചിച്ചാറ് തരണമെന്ന് പറഞ്ഞാൽ തരുമെന്ന് പറഞ്ഞപ്പോ സന്തോഷത്തോടെ കണ്ണുനീര് തുടച്ച് മൂഫക്ക് ഇറങ്ങി ഓടുകയാണ്. റസൂലുള്ളാഹിയുടെ പൈസ എടുക്കേണ്ടി വന്നില്ലല്ലോ, മക്കത്ത് പോകാനുള്ള കാശെടുക്കേണ്ടി വന്നില്ലല്ലോ. അങ്ങനെ മൂഫക്ക പാത്രവും കൊണ്ട് അയൽ വീട്ടിലേക്ക് ചെല്ലുമ്പോ അയൽ വീട്ടിലെ സഹോദരി പറയുന്നു, മൂഫക്കേ ഈ ഇറച്ചി നിങ്ങൾ കഴിക്കണ്ട, പ്രത്യേകിച്ച് ഗർഭവതിയായ നിങ്ങളുടെ ഭാര്യ ഇത് കഴിക്കാൻ പാടില്ല. മൂഫക്ക് ചോദിച്ചു, എന്തേ സഹോദരി നിങ്ങൾ അങ്ങനെ പറയുന്നു? ഒരു അത്യാവശ്യ ഘട്ടം വരുമ്പോഴല്ലേ സഹായിക്കാനുള്ളത്. ആ സമയത്താണ് മൂഫക്കിനോട് ആ പെണ്ണ് പറയുന്നത്, മൂഫക്കേ എന്റെ ഭർത്താവ് മരിച്ചുപോയത് നിങ്ങൾക്കറിയുമല്ലോ. എന്റെ ഭർത്താവ് മരിക്കുമ്പോ 2 മക്കളെ എനിക്ക് തന്നിട്ടാണ് പോയത്. വാപ്പയില്ലാതെ ആ മക്കള് കരയാത്ത ദിവസമില്ല, വാപ്പയില്ലാതെ ആ മക്കള് സങ്കടപ്പെടാത്ത ദിവസമില്ല. വാപ്പയുണ്ടായിരുന്നെങ്കിൽ അവർക്കെല്ലാം കഴിക്കാമായിരുന്നു. വാപ്പ മരിച്ചത് കൊണ്ട് വാപ്പ തന്നിട്ട് പോടെ സ്വത്ത് മുഴുവനും തീർന്നു പോയി. ഇന്നവര് പട്ടിണിയാണ്. മൂഫക്കേ ഞാൻ എവിടെ വന്ന് കൈനീട്ടാനാണ്? എന്റെ അടുത്ത് താമസിക്കുന്ന മൂഫക്കയെ, നിങ്ങൾ എന്നെക്കാളും പാവപ്പെട്ടവനല്ലേ, അതുകൊണ്ട് നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ സമ്പത്ത് ചോദിക്കുന്നത്? അതുകൊണ്ടാണ് മൂഫക്കയെ നിങ്ങളുടെ വീട്ടിലേക്ക് ഞാൻ വരാത്തത്. പിന്നെ എവിടെ നിന്നാണ് പെങ്ങളെ നിനക്ക് ഇറച്ചി എന്ന് ചോദിച്ചപ്പോ ആ പെങ്ങള് കരഞ്ഞുകൊണ്ട് പറയുന്നു, മൂഫക്കേ എന്റെ മക്കള് ഒന്നും കഴിക്കാതെ കരഞ്ഞ് 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 മരിക്കുമെന്നുറപ്പായപ്പോ അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ട് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. മൂഫക്കേ എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെങ്കിൽ എന്റെ മക്കൾക്ക് കൊണ്ടുവന്ന് കൊടുക്കാമെന്ന് കരുതി ഞാൻ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ കുറെ ദൂരത്ത് പക്ഷികളെന്തോ കൊത്തി വലിക്കുന്നത് കണ്ടു. മൂഫക്കേ പക്ഷികളെന്തോ കൊത്തി വലിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടു. മൂഫക്കേ ഞാൻ അവിടെ ഓടിച്ചെന്ന് മൂഫക്കേ ചെന്നു നോക്കുമ്പോ ഒരു ചത്തുപോയ കോവർ കഴുതയുടെ ശവമാണ്. മൂഫക്കേ ശബ്ദമലന്ന് കിടക്കുന്ന കോവർ കഴുത, ജനങ്ങൾ ഒരുപാട് വെറുക്കുന്ന കോവർ കഴുത, ആ കോവർ കഴുതയുടെ ശരീരമാണ് ആ പക്ഷികൾ കൊത്തി വലിച്ചു കൊണ്ടിരിക്കുന്നത്. മൂഫക്കേ അത് കണ്ടപ്പോ ഞാൻ മരുഭൂമിയുടെ മണ്ണുവാരി പക്ഷികളെ എറിഞ്ഞോടിച്ചു. മൂഫക്കേ എന്നിട്ട് ഞാൻ തീരുമാനിച്ചു, എന്റെ മക്കൾക്ക് വേണ്ടി അള്ളാഹു തന്നതായിരിക്കാ, എന്റെ പിഞ്ചോമന മക്കൾക്ക് കൊടുക്കാൻ എന്റെ കരുണക്കടലാറ പടച്ചതമ്പുരാ തന്നതായിരിക്കാമെന്ന് പറഞ്ഞ് ആ കോവർ കഴുതയെ വലിച്ചെടുത്തു കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി എന്റെ മക്കൾക്ക് കൊടുക്കാൻ ഈ വീട്ടിന്റെ അകത്ത് തയ്യാറാക്കുന്ന പാചകത്തിന്റെ സ്വാദാണ് നിങ്ങളുടെ ഭാര്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇത് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന മാംസമല്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട ഉടനെ മൂഫക്ക് ഞെട്ടിത്തരിച്ചു പോയി, പൊട്ടിക്കരഞ്ഞു പോയി. മൂഫക്കേ ആ കോവർ കഴുതയുടെ മാംസമാണ് എന്റെ വീട്ടിന്റെ അകത്തുള്ള യതീമക്കൾക്ക് ഞാൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ കയ്യിലിരിക്കുന്ന ഇറച്ചിച്ചാറ് വാങ്ങാൻ കൊണ്ടുവന്ന പാത്രമില്ലേ, മൂഫക്ക് ദൂരേക്ക് വലിച്ചെറിഞ്ഞില്ലേ. എന്നിട്ട് തന്റെ ചെറ്റക്കൂരയിലേക്ക് ഓടിച്ചെല്ലുകയാണ്. ഇറച്ചിക്കറി വാങ്ങാൻ കാത്തിരിക്കുന്ന ഭാര്യയോട് പറയുന്നു, മാറി നിൽക്കു പെണ്ണേ. തട്ടി മാറ്റിയിട്ട് അകത്തേക്ക് പോയി റസൂലുള്ളാഹിയുടെ റൗള കാണാൻ, ഹജ്ജിന് പോകാൻ വേണ്ടി കൂട്ടിവെച്ചിരിക്കുന്ന നാണയത്തൊട്ടുകൾ ഒന്നുപോലും ബാക്കി വെക്കാതെ മുഴുവനും വാരിയെടുക്കുകയാണ്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. നബിയേ എനിക്ക് മദീനത്ത് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിനെനിക്ക് കഴിയൂല നബിയേ, എനിക്ക് ഹജ്ജ് ചെയ്യാൻ കഴിയൂല നബിയേ.
എന്റെ വീടിന്റെ അടുത്ത് അനാഥ മക്കൾ ഇത്രത്തോളം പട്ടിണി കിടന്നുകൊണ്ട് ചത്തുപോര കോവർ കഴുതയുടെ മാംസം കഴിക്കുമ്പോ എനിക്കെന്തു മദീന, എനിക്കെന്തു മക്ക എന്ന് പറഞ്ഞ പണം മുഴുവനും കൊണ്ടുവന്ന് യതീമക്കളെ വാരി പുണർന്നുകൊണ്ട് ചുംബനം കൊടുത്തിട്ട് പറയുന്ന മക്കളെ, ഇനി മുവഫഖ് നിങ്ങൾക്കുള്ളതാണ് മക്കളെ. അറിഞ്ഞിരുന്നില്ല, ഞാൻ അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ നാണയത്തൊട്ടുകൾ മുഴുവനും അനാഥ മക്കൾക്ക് സ്വതക്ക കൊടുത്തിട്ട് കണ്ണീരോടെ തിരിച്ചിറങ്ങി വന്നു എന്ന് മുവഫഖ് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് രണ്ട് കൈയും പിരിച്ച് മുവഫഖിനെ വാരി പുണരുകയാണ്. എന്നിട്ട് പറയുന്നു, മുവഫഖേ, നീ ഹജ്ജിന് പോയില്ലെങ്കിൽ എന്താ, അള്ളാഹു നിന്നെ ഹാജിയായി പരിഗണിച്ചിരിക്കുന്നു മുവഫഖേ. സ്വീകരിക്കപ്പെടാത്ത ഹജ്ജുകൾ പോലും അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു മുവഫഖേ എന്ന് അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരങ്ങള്, എന്റെ മുമ്പിലിരിക്കുന്ന സഹോദരിമാര്, പാവപ്പെട്ടവരെ സഹായിക്കുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. അനാഥ മക്കളെ സഹായിക്കുന്നത് സൃഷ്ടാവിന് വലിയ ഇഷ്ടമാണ്. എന്നും അതിനാണ് അള്ളാഹു സ്ഥാനം കൊടുത്തിട്ടുള്ളത്.